പോണ്ടിച്ചേരിയിൽ എത്തിയതിനു ശേഷമുള്ള ഫസ്റ്റ് വ്ലോഗാണ്. രാവിലെ തന്നെ സെറ്റായി ഞങ്ങൾ ജിഞ്ചി ഫോർട്ട് കാണാൻ പോവുകയാണ്. നല്ല തണുപ്പുള്ള ക്ലൈമറ്റാണ് അവിടെ രാവിലെ. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നൗ വി ആർ ഗോയിങ് ടു ജിഞ്ചി. അങ്ങനെ ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടി സീറ്റിലിരുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം കാര്യമായിട്ടുള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരാൾക്ക് 58 രൂപ വെച്ചിട്ട് 174 രൂപയാണ് ജിഞ്ചി ഫോർട്ടിലേക്ക് പോണ്ടിച്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നായത്. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് ആദ്യം വയറ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞങ്ങൾ പോയത് വസന്തഭവനിലായിരുന്നു. അവിടെയാണെങ്കിൽ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കൈയൊക്കെ കഴുകി ഫുഡ് കഴിക്കായിരുന്നു. ഫുഡിന് വേണ്ടി മാത്രമേ ഇവരിങ്ങനെ ചിരിക്കാറുള്ളൂ. രാവിലെ നേരത്തെ ഇറങ്ങിയോണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഫുഡേ എന്നുള്ള അവസ്ഥയായിരിക്കുന്നു. ഞാനാണെങ്കിൽ പോണ്ടിച്ചേരി എത്തിയല്ലേ, എന്തെങ്കിലും വെറൈറ്റി ആവട്ടെ എന്ന് കരുതിയിട്ട് പൊടിദോശയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഓർഡർ ചെയ്ത സാധനമൊക്കെ വന്നു. അവർക്ക് രണ്ടാൾക്കും വട വേണ്ട പറഞ്ഞു. അതിനെന്താ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ, എൻ്റെ വട അവിടെ വെച്ചോളം പറഞ്ഞു ഞാൻ. സജിനിയാണെങ്കിൽ വിശപ്പുകൊണ്ട് നിങ്ങളൊക്കെ വ്ളോഗ് എടുത്തോ, ഞാൻ കഴിക്കാൻ പോകാൻ പറഞ്ഞിട്ട് അവൾ കഴിക്കാൻ തുടങ്ങി. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ 2 തരം ചട്നിയൊക്കെ മൂപ്പര് ഞങ്ങൾക്ക് വിളമ്പി തന്നു. സജിനിക്ക് പിന്നെ വിളമ്പി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കാണുന്ന പോലെ തന്നെ നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ. ഭയങ്കര സ്പൈസി ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അതിന്നൊരു പീസൊക്കെ എടുത്ത് ആ ചട്നിയും സാമ്പാറും ഒക്കെ കൂട്ടി കഴിച്ചു. പക്ഷെ ഞാനൊരു സ്പൈസി ലവർ ആയതുകൊണ്ട് ദോശ എനിക്ക് ഇഷ്ടമായി. പക്ഷെ ആ വട അത് ഫുൾ കറിവേപ്പിലായിരുന്നു. പിന്നെയാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത്, അവിടെ കോഫി മാത്രമേ കിട്ടുള്ളൂ. എന്നാലും ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കി അവിടെ ബ്ലാക്ക് ടീ കിട്ടുമെന്ന്. അപ്പോൾ മൂപ്പര് ആന്ന് പറഞ്ഞിട്ട് കൊടുന്ന് വെച്ചത് ബ്ലാക്ക് കോഫി. അതാണെങ്കിൽ വായ വെക്കാൻ കൊള്ളില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. റേറ്റ് ഇച്ചിരി കൂടുതലാണ്. പിന്നെ ഇത്ര ദൂരം കയറാനുള്ളതല്ലേ, അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ബോട്ടിൽ മുൻകൂട്ടി കൈ പിടിച്ചിട്ടാണ് വണ്ടി കയറിയത്. മുൻകൂട്ടി തന്നെ എത്ര രൂപയാവുന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഓട്ടോ കയറിയത്. ഓട്ടോ കയറി പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഓട്ടോയൊക്കെ ഇറങ്ങി സ്ഥലത്തെത്തി. അപ്പോൾ ആൾ നമ്മളോട് പറയാം, തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് വണ്ടിയൊന്നും കിട്ടില്ല, നമ്പർ നോട്ട് ചെയ്തോ, വേണമെങ്കിൽ വിളിക്കാം, അപ്പോൾ വരാമെന്ന് പറഞ്ഞു. അതന്നെ ഞങ്ങൾ നമ്പറൊക്കെ നോട്ട് ചെയ്തു, പൈസയൊക്കെ കൊടുത്തു. അങ്ങനെ സജിനി പോയി ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടോ. ഒരാൾക്ക് 25 രൂപ കേട്ടോ ടിക്കറ്റിനായത്. അപ്പോൾ ഗൈസ് നമ്മൾ ജിഞ്ചി ഫോർട്ട് കയറാൻ പോവാ കേട്ടോ. അവിടെയാണെങ്കിലോ ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ട് ബാക്കിൽ. അയ്യോ ഞാനല്ല കേട്ടോ. പിന്നെ അവിടുത്തെ ഓരോ സ്ഥലത്തിൻ്റെയും സ്പെഷ്യാലിറ്റി അവർ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് നോക്കി വായിക്കാം. പക്ഷെ ഞാനതൊന്നും വായിച്ചില്ല. ഇനിയാണ് ഗൈസ് നിങ്ങൾ ഞങ്ങളുടെ ശരിക്കുള്ള സ്വഭാവം കാണാൻ മല കയറിയിട്ട് അങ്ങനെ പോയിട്ട് ആ മല കയറിയിട്ട് ഇറങ്ങുക, അതാ സ്പോട്ട്. ശരിക്കും അതാണ്. അങ്ങനെ അങ്ങോട്ട് പോയി ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. അവിടെ അഡ്വെഞ്ചറിന് വന്നാല് അഡ്വെഞ്ചറിന് എന്താ പറയാ, അതിനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. വെറുതെ കുറെ ഡയലോഗ് അടിച്ചിട്ട് കയറി വന്നിട്ട് കാര്യമില്ല. ഞാൻ നല്ല കപ്പാസിറ്റി വിൽ പവർ ഒക്കെ ഉള്ള കുട്ടികളെ കുറെ മലകൾ കയറിയിട്ടുണ്ട്. പൊതുവെ എനിക്ക് മലയും കുന്നുകളൊന്നും ഇഷ്ടമല്ല. ഇവരുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ അത് കാണാൻ വന്നത്. നല്ല വ്യൂ ഉണ്ട്, കാര്യമില്ല. ഓരോ സ്ഥലങ്ങളിൽ ലക്ഷ്യം വെച്ച് വേണം ഗായ്സ് പോവാൻ. ഇതരാവോ, വെയിറ്റ് കരോ. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെ കയറി മുകളിലെത്തി. ഇവിടെ ശിവന്റെ ഒരു ടെമ്പിൾ, അതുപോലെ ഗണപതിയുടെ ഒരു ടെമ്പിളൊക്കെ ഉണ്ട്. ബട്ട് അവിടെ നമ്മൾ ടെമ്പിളിൽ ജസ്റ്റ് ഒന്ന് കുളിക്കാത്തോണ്ട് കേറിയില്ല. നമ്മള് ഷൂ ഒക്കെയാണ് ഇട്ടിട്ടില്ല, പഴിച്ചറിന്റെ മടിക്ക്. അവിടെ ഒരാളുണ്ട്, അയാൾ ഞങ്ങൾ നമ്പറൊക്കെ മേടിച്ചോണ്ടേ. കാരണം ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഞങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ ആളെ വിളിച്ചേക്കിട്ടുന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഗൈസ് അത് നല്ലൊരു കാര്യമാണ്. കാരണം ഇത്രയും ഒരു ഹൈറ്റിൽ നമ്മൾ പോകുമ്പോ നമ്മുടെ സപ്പോർട്ട്, ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അവരിങ്ങനെ വാങ്ങി വെച്ചാൽ നല്ലൊരു കാര്യമാണ്. റെക്കോർഡുണ്ട്. കേരളത്തിൽ ഇങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. അടിയിൽ മാത്രമേ നമ്മള് ഇങ്ങനെയുള്ളൂ. പക്ഷെ ഗൈസ് ഞാൻ എഴുതിക്കോളാം. ഈ ഗ്രാനറി എന്നാണ് ഇതിന് പറയാ. ഇതില് എന്താണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് വെച്ചാല് 1,00,000 കലാംസ് ഓഫ് പാഡ്. ഇവിടെ ക്ലാസ് ഒക്കെ എടുത്ത് തരുന്ന കേട്ടപ്പോ വിചാരിച്ചു ഇവൾക്കെല്ലാം അറിയാതെ. പിന്നല്ലേ മനസ്സിലായത് ഇവൾക്കൊരു തേങ്ങ അറിയില്ല. അതാണ് ഇതിനുള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്.
ഇത് പണ്ട് കാലത്ത് എന്താ എനിക്ക് ഇതാണ് ഗൈസ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കയറി വന്നിട്ടുള്ള വ്യൂ പോയിന്റ്. അടിപൊളിയായിരുന്നു. പണ്ട് കാലത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത് കൂടെ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും. ഓരോരോ സ്ഥലങ്ങൾ അതിൻ്റെതായ സ്പെഷ്യാലിറ്റി കാണിക്കുന്നുണ്ട്. ഗായ്സ് ഞങ്ങൾ മല കയറി വന്നു. ഇവിടെ ഒരാളൊക്കെ എടുക്കുന്നുണ്ട്, 2 പേര് എടുക്കുന്നുണ്ട്. മല കയറി വന്നു ഞങ്ങള്. അതിവിജയകരമായി വെള്ളം, ഒരു ബോട്ടിൽ വെള്ളം ഇട്ടാണ് ഞങ്ങൾ പോയത്. ഇത്രയേ ഉള്ളൂ. ബാക്കി അവശേഷിക്കുന്നത് ചുണ്ട് നനയ്ക്കാൻ, നാവ് നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളം. ഇനി കുറച്ചേ ഉള്ളൂ. ഒരു അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ താഴെ എത്തും. അങ്ങനെ നീണ്ട 3 മണിക്കൂറിന് ശേഷം ഞങ്ങൾ താഴെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രെക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഞങ്ങൾക്ക് ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് കയറി വരുന്നത് കണ്ടത്. നമ്മൾ ഇറങ്ങുമ്പോഴാണ് ആൾക്കാർ കയറി വരുന്നത്. ഒരുപാട് ഫോറിനേഴ്സാണ് ജിഞ്ചി ഫോർട്ട് കാണാൻ വരുന്നത്, അതുപോലെ തന്നെ കപ്പിൾസും. എന്നാലും ആൾക്കാർ കുറവാണ്. ഗൈസ്, നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം എനിക്ക് ആ വ്യൂ പോയിന്റിനേക്കാൾ കൂടുതൽ ഇഷ്ടമായത് ആ ജേണിയാണ് നമ്മളവിടെ എത്തിച്ചേർന്നത്. ഒരു കുപ്പി വെള്ളം കൊണ്ട് മാത്രം നമ്മൾ കയറിയോണ്ട് ഭയങ്കരമായിട്ടുള്ള ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ശരി ഗൈസ്, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.